എന്റെ ഉമ്മ മരണപ്പെടുമ്പോ ക്യാൻസർ എന്ന് പറയുന്ന രോഗമായിരുന്നു. അല്ലാഹുവേ, വേദനകളുടെ ലോകമെന്ന് ലോകം തലകുലുക്കി സമ്മതിച്ച RCCയിൽ 1.5 വർഷമാണ് ഞാൻ എന്റെ ഉമ്മയെയും കൊണ്ട് കയറിയിറങ്ങിയത്. എത്ര രോഗികളെയാണ് കണ്ണുകൊണ്ട് കണ്ടത്. അത് വല്ലാത്തൊരവസ്ഥയാണ് ഉമ്മ. 10 മാസം ചുമന്ന് പ്രസവിച്ച മക്കള് മരിക്കാൻ പോലും എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞ മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ, 2 വർഷം മുമ്പ് പരിശുദ്ധമായ റമളാനിൽ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ പോകുമ്പോ എന്നെ 10 മാസം ചുമന്ന എന്റെ ഉമ്മ എന്നോട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? പെങ്ങളെ, മനസ്സ് തുറന്നൊന്ന് കേൾക്കുക. വാപ്പമാരെ, മനസ്സ് തുറന്നൊന്ന് കേൾക്കുക. എന്നെ ഞാനാക്കി മാറ്റിയ പ്രഭാഷണ വേദികളിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞത് പോലെ, നീ സദസ്സിൽ പോകുമ്പോ ഈ ഉമ്മയൊന്നും മരിക്കാതെ ഒന്ന് ദുആ ചെയ്യുവോ? ഉമ്മാക്ക് വേദന സഹിക്കാൻ പറ്റണില്ല. പാതിരാത്രി പ്രഭാഷണം കഴിഞ്ഞ് 12:30 മണിക്ക് 1 മണിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, എന്റെ ഉമ്മ തേങ്ങലടിച്ച് കരയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ആ ക്യാൻസർ എന്ന രോഗം കാർന്നു തിന്നപ്പോ വേദന കൊണ്ട് എന്റെ ഉമ്മ വല്ലാതെ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടതാ. ഉമ്മമാരെ, അല്ലാഹുവിന് നമുക്ക് മറന്നു പോയത് കൊണ്ടല്ല, അല്ലാഹു നമ്മളെ വിട്ടുപോയത് കൊണ്ടല്ല, നമുക്കല്ലാന്റെ രോഗങ്ങൾ തന്ന എന്തുണ്ടുമ്മ എടുത്തു വെക്കാറെന്ന് ചിന്തിക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ അതിജയിക്കുക. അത് സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാനിത് സംഭവങ്ങൾ പറഞ്ഞതെന്തിനാ? ഇവിടെ മദ്രസയുടെ ധനശേഖരണാർത്ഥം കുറച്ച് പൈസ നമുക്ക് ആവശ്യമാണ്. ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്നലെയും നിങ്ങളത് കൊടുത്തവരാ? ഒരു ക്യാൻസർ എന്ന രോഗം വന്ന 49 വയസ്സിനിടയ്ക്ക് എന്റെ സാധുവായ ഉമ്മയ്ക്ക് 64ഓളം കീമോ ചെയ്യേണ്ടി വന്നു, 11ഓളം റേഡിയേഷൻ ചെയ്തു. എന്നിട്ടും എന്റെ ഉമ്മയെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് റബ്ബിന്റെ തീരുമാനമാണ്. കിടക്കാടം വിറ്റുപോലും മലപ്പുറം ജില്ലയുടെ, കോഴിക്കോടിന്റെ ജില്ലയുടെ പരിസരത്തുള്ള എത്രയോ മാതാപിതാക്കൾ RCCയിൽ വരുന്നുണ്ട്. അല്ലാഹുവേ, നീ കാക്കണയല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഒരൊറ്റ നിയത്താകട്ടെ, മരിക്കുന്നത് വരെ അല്ലാഹുവേ എന്റെ കുടുംബത്തിൽ ക്യാൻസർ തരല്ലേ അല്ലാ, എന്റെ പേരക്കിടാങ്ങൾക്ക് ക്യാൻസർ തരല്ലേ അല്ലാ. ആലപ്പുഴ ജില്ലയിലുള്ള ഷഹനാസ് എന്ന് പറയുന്ന സഹോദരൻ 12 വർഷത്തിന് ശേഷമാണ് മക്കളുണ്ടായത്. ഒരു പൊന്നുമോളുണ്ടായി, ഫർഹ ഫാത്തിമ. 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പൊന്നുമോളുണ്ടായത്. അള്ളാന്റെ പരീക്ഷണമുമ്മ. പൊന്നുമോക്ക് 3.5 വയസ്സായപ്പോ ക്യാൻസറാണ്. RCC കൈവിട്ടു, വെല്ലൂരുള്ള CMC ഹോസ്പിറ്റല് കൈവിട്ടു. എന്റെ അടുത്ത് വന്ന് പറഞ്ഞ വാക്കാണ്, ഉസ്താദേ, നിങ്ങളെ മജ്‌ലിസ് ഞങ്ങൾ കാണുന്നതാ. അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ ബദറൻ തീരമെന്നൊരു ആത്മീയ